अपनी कुश्ती को त्यागती हूँ और मैं आज के बाद कभी भी आपको बस सभी देशवासियों को धन्यवाद जिन्होंने आज तक इतना मेरा सपोर्ट किया और मुझे इस मुकाम तक पहुंचाया। ഐ ക്വിറ്റ് റെസ്ലിംഗ് എന്ന് പറഞ്ഞ് ബൂട്ടുകളൂരി മേശപ്പുറത്തേക്കിട്ട് സാക്ഷി മാലിക് പൊട്ടിക്കരയുമ്പോൾ മനസാക്ഷിയുള്ളവർക്കെല്ലാം നെഞ്ചു പിളരും. കാരണം ആ ബൂട്ടുകളിട്ട് അവർ നേടിയ മെഡലുകൾ നമ്മളോട് പറയും. और अब कॉमनवेल्थ गेम्स में भी इन्होंने अपना पहला गोल्ड ഈ നിലയിലെത്താൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രയെന്ന്, എത്ര വേദനിച്ചിട്ടാവും സാക്ഷി അതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകുക. മധുര കത്തിച്ച കണ്ണകിയെപ്പോലെ സാക്ഷിയുടെ കണ്ണീരും പ്രതിഷേധവും അധികാര കേന്ദ്രങ്ങളെ ചുട്ടരിക്കുമോ? മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സാക്ഷിയും കൂട്ടരും വെയിലേറ്റ് ചുട്ടുപഴുത്ത ടാറിട്ട റോഡിൽ തുണി വിരിച്ച് സമരമിരുന്നത് 40 ദിവസമാണ്. നീതിക്ക് വേണ്ടി മെഡലുകൾ ഗംഗയിലൊഴുക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ പിന്തിരിപ്പിച്ചത് കർഷകരായിരുന്നു. പ്രതിഷേധ സമരങ്ങൾക്കൊടുവിൽ കേന്ദ്രം അവരുടെ തനി സ്വരൂപം പുറത്തെടുത്തു. കേന്ദ്ര കായിക മന്ത്രി നൽകിയ വാക്കുകൾ വെള്ളത്തിൽ വരച്ച വര പോലെയായി. ആർക്കെതിരെ സമരം ചെയ്തോ, ആരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടോ അയാളിലേക്ക് തന്നെ അധികാരം വീണ്ടും എത്തുന്നു. മാസങ്ങൾക്ക് ശേഷം നടന്ന ഗുസ്തി ഫെഡറേഷൻ തിരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ അനുയായിയും വലങ്കയുമായ സഞ്ജയ് സിംഗ് ജയിച്ചു കയറി. ലൈംഗിക പരാതി ഉയർത്തിയ വനിതാ താരങ്ങളുടെ പിന്തുണയോടെ മത്സരിച്ച മുൻ ചാമ്പ്യൻ അനിത ഷെറോൺ പരാജയപ്പെട്ടു. ബ്രിജ് ഭൂഷന്റെ കുടുംബക്കാരെയോ വിശ്വസ്തരെയോ പ്രസിഡന്റ് പദത്തിലേക്ക് പരിഗണിക്കില്ലെന്ന് കായിക മന്ത്രാലയം ഗുസ്തി താരങ്ങൾക്ക് നൽകിയ ഉറപ്പ് വെറും വാക്കായി. രാജിവെക്കുകയല്ലാതെ മറ്റെന്താണ് സാക്ഷി മാലിക് ചെയ്യേണ്ടത്? ഉത്തർപ്രദേശ് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്നു സഞ്ജയ് സിംഗ്. സഞ്ജയ് സിംഗ് മത്സരിച്ച അന്തർദേശീയ മത്സരങ്ങളുടെ പേരുകളോ നേടിയ മെഡലുകളുടെ വിവരങ്ങളോ എങ്ങും കിട്ടാനില്ല. കോമൺവെൽത്ത് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അനിത ഷെറോണിനെ തോൽപ്പിച്ച് തലപ്പത്തെത്തിയ ആൾക്ക് ഭാരവാഹിത്വത്തിന്റെ തഴമ്പ് മാത്രമാണ് ഉള്ളത്. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവായ സാക്ഷി മാലിക് 2016 റിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവാണ് സാക്ഷി മാലിക്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരി കൂടിയാണ് സാക്ഷി മാലിക്. കായിക താരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഖേൽരത്ന നൽകി രാജ്യം ആദരിച്ചവരാണ് ബ്രിജ് ഭൂഷണെതിരെ സമരം ചെയ്ത സാക്ഷിയും വിനേഷ് ഫോഗട്ടും. 2018 കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും വിനേഷ് സ്വർണം നേടി. ഇതോടെ 2 മത്സരങ്ങളിലും മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ ഗുസ്തി താരമായി വിനേഷ് ഫോഗട്ട് മാറി. ഒരു വനിതാ പ്രസിഡന്റിനെയാണ് അവർ ആഗ്രഹിച്ചത്. അധ്യക്ഷ വനിതയായാൽ പീഡനങ്ങൾ കുറയും. പക്ഷേ സംഘടനയിൽ ഒരു സ്ഥാനത്ത് പോലും വനിതകളില്ല. ഇതിനെതിരെ ആരാണ് പ്രതിഷേധിക്കുക? പ്രതീക്ഷയുടെ അവസാന തരിമ്പും നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കരിയർ അവസാനിപ്പിക്കുന്ന സാക്ഷി മാലിക്കിന്റെ ചിത്രം രാജ്യത്തിന്റെ കായിക ചരിത്രത്തിൽ ചോരയിറ്റുന്ന മുറിപ്പാടായി നിലനിൽക്കും.